ക്ലാസ് തുടങ്ങിയ? Hello, good morning all. Good morning, ma'am. എല്ലാവരും join ചെയ്താ? Yes, ma'am. Good morning, ma'am. Good morning. ക്ലാസ് തുടങ്ങാം കേട്ടോ. കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട്. കുറച്ച് പേരും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അവരും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. Good morning, ma'am. Good morning. 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 Ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Once again, all of you, good morning. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ? മാമിന്റെ നെയിം എന്താ? എന്റെ പേര് വാഹിദ. എങ്ങനെയുണ്ട് ക്ലാസ് ഒക്കെ? എങ്ങനെയുണ്ട് കഴിഞ്ഞ ക്ലാസ്സുകൾ? ഈ മൺഡേലാ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തേ? അല്ല, ട്യൂസ്ഡേ. ക്ലാസ് ഒക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നുണ്ട്. ക്ലാസ് നല്ലതാണ്. പിന്നെ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ എല്ലാവരും ക്ലാസ് മ്യൂട്ട് ചെയ്ത് വെക്കാം, എല്ലാവരും വോയിസും. പിന്നെ ക്ലാസ് എടുക്കുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം. ഓക്കെ? അപ്പൊ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെച്ചാ മനസ്സിലായോ? അപ്പൊ ഞാൻ ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം തരാം. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ ടൈം തരാം. അപ്പൊ ഓരോരുത്തരായിട്ട് അൺമ്യൂട്ട് ചെയ്തിട്ട്
നമുക്ക് ഡൗട്ട് ക്ലിയർ ചെയ്തോണ്ട് പോവാം. ക്ലാസ് എടുക്കുന്ന ടൈമിൽ ആരും അൺമ്യൂട്ട് ചെയ്യരുത്. എന്താന്ന് വെച്ചാല് ക്ലാസ് റെക്കോർഡിങ്സ് ക്ലാസ് കേൾക്കുന്നവർക്ക് ഡിസ്റ്റർബൻസ് ആവും. ഓക്കെ, എന്റെ പേര് വാഹിദ. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ എന്തെങ്കിലും നോട്ട്സ് നോക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡിംഗ് ഒക്കെ കേൾക്കൂലേ? അപ്പൊ നിങ്ങൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം തരാം. അപ്പൊ അതിൽ എന്തെങ്കിലും ക്ലിയർ ആവാത്ത ഇതുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, മേഡം ഞാനിപ്പോ കയറിയതേ ഉള്ളേ. ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒരു പൊതുവെ എന്ന് വെച്ചാൽ എല്ലാവരും ക്ലാസ് എടുക്കുന്ന ടൈമില് വോയിസ് മ്യൂട്ട് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും. ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മളോട് 4 നോട്ട്സ് വാങ്ങാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം ഇപ്പൊ 4 മിസ്സിന്റെ നോട്ട് ഓൾറെഡി ആയി. അപ്പൊ മാമിന്റെ പേരിലും ഒരു നോട്ട് വാങ്ങിക്കണോ? അത് നിങ്ങളുടെ ഇത് പോലെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് സൈഡിൽ എഴുതണമെങ്കിൽ ബാക്ക് സൈഡിൽ എഴുതാം. അതല്ല പുതിയ നോട്ട് മേടിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പൊ ഓരോ എടുക്കുന്ന ടോപ്പിക്കിന്റെ പേര് എഴുതിങ്ങാണ്ട് നിങ്ങൾക്ക് അതിന്റെ അടിയിൽ എഴുതിയാൽ മതിയല്ലോ. ബാക്ക് സൈഡിലാണെങ്കിൽ തന്നെ പേര് എഴുതിയിട്ട് മാമിന്റെ പേര് എഴുതിയിട്ട് നിങ്ങൾക്ക് അതിന്റെ ആ ടോപ്പിക്കിന്റെ പേര് എഴുതി. മേഡത്തിന്റെ പേരെന്ന് പറയാമോ? പേര് വാഹിദ. വാഹിദ. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇല്ലേ? ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞോളൂ ഇല്ലേ? പല ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാ? OPD, IPD, ലേബർ റൂം, നഴ്സിംഗ് റൂം, ഡോക്ടേഴ്സ് റൂം, ഇഞ്ചക്ഷൻ റൂം. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് ഫാർമസിയാണ്. നമ്മുടെ ടോപ്പിക് എന്താണ്? ഫാർമസി. ഓക്കെ, ഓക്കെ മാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഫാർമസിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പൊ ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് എമംഗ് സെവറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എ ഹോസ്പിറ്റൽ. ഇപ്പൊ പറഞ്ഞു നമ്മുടെ ഹോസ്പിറ്റലില് പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. എന്താണ്? കാഷ്വാലിറ്റി ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, ഫാർമസി ഉണ്ട്, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഉണ്ട്, കാഷ്വാലിറ്റി ഉണ്ട്. അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അതിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഫാർമസി. നെക്സ്റ്റ്, ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് procurement, storage, compounding, dispensing, manufacturing, testing, packaging and distribution of drugs. ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ മരുന്നുകളുടെ വിതരണം. പിന്നെന്താണ്? സ്റ്റോറേജ് ഉണ്ട്, മരുന്ന് സ്റ്റോറേജ് ചെയ്യാം. പിന്നെന്താണ്? കോമ്പൗണ്ടിങ്. ഇപ്പൊ ചില ഹോസ്പിറ്റലിൽ എന്താണ്? മരുന്നുകള് മാനുഫാക്ചർ ചെയ്യാൻ കൂടി ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്താണ്? ആ മരുന്നുകളുടെ മിശ്രിതം തയ്യാറാണ്, കോമ്പൗണ്ട് ചെയ്യേണ്ടതുണ്ട്, കെമിക്കൽസ്. അപ്പൊ അതാണ് കോമ്പൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഡിസ്പെൻസിങ് എന്താണ്? നമ്മുടെ ഔട്ട് പേഷ്യന്റിന് അല്ലെങ്കിൽ ഇൻ പേഷ്യന്റിനൊക്കെ എന്ത് ചെയ്യണം? മരുന്നുകൾ ഡിസ്പെൻസ് ചെയ്യണം, വിതരണം ചെയ്യണം. പിന്നെ മാനുഫാക്ചറിങ് ആണ് അവര് ആ ഹോസ്പിറ്റലിന് ആവശ്യമായ മെഡിസിൻസ് റിസർച്ച് ഒക്കെ ചെയ്ത്, ഗവേഷണം ഒക്കെ ചെയ്ത് ഇന്ന ഡിസീസിന് ഇന്ന മരുന്ന് അങ്ങനെയൊക്കെ അവർ റിസർച്ച് ചെയ്തുകൊണ്ട് അവര് തന്നെ നിർമ്മിക്കുന്നുണ്ട്. അതാണ് മാനുഫാക്ചറിങ്. പിന്നെ ടെസ്റ്റിംഗ്, ഓരോ മരുന്നുകളുടെയും ക്വാളിറ്റി, അതിന്റെ സ്റ്റാൻഡേർഡ്, അങ്ങനെ അതൊക്കെ അവർക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള മരുന്നാണോ, ഈ മരുന്ന് തന്നെ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോ, അല്ലെങ്കിൽ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഒക്കെ അവര് ടെസ്റ്റ് ചെയ്യും. അതിന്റെ സ്റ്റാൻഡേർഡ് ഒക്കെ, അതാണ് ടെസ്റ്റിംഗ്. പാക്കേജിങ്, അതാണ് എന്ന് വെച്ചാല് ഓരോ മരുന്നുകളും പാക്കിംഗ് ചെയ്തിട്ടുണ്ട്, അതാണ് പാക്കേജിങ്. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാല് ലഭ്യത. ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്താണ്?
സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറർ അടുത്ത് നിന്നൊക്കെ എന്ത് ചെയ്യും, അവര് മരുന്ന് പർച്ചേസ് ചെയ്യും. ആ ഹോസ്പിറ്റലിന് ആവശ്യമായ മരുന്ന് പർച്ചേസ് ചെയ്യും. അപ്പൊ ആ മരുന്നിന്റെ ലഭ്യത അവർ ഉറപ്പുവരുത്തണം. ആ സപ്ലയേഴ്സ് അല്ലെങ്കിൽ ആ മാനുഫാക്ചർ ആ കറക്റ്റ് ടൈമിൽ അവർക്ക് ആ മരുന്ന് കൊണ്ടുവന്ന് തന്നോ, അങ്ങനെയൊക്കെ ആ മരുന്നിന്റെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതാണ് പ്രൊക്യൂർമെന്റ്. അപ്പൊ എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ഹോസ്പിറ്റൽ ഫാർമസി ഈസ് ഡിഫൈൻഡ് ആസ് ദാറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ വിച്ച് ഹാൻഡിൽസ് എന്തൊക്കെ പ്രൊക്യൂർമെന്റ്, ലഭ്യത, മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തണം. സ്റ്റോറേജ്, നല്ല രീതിയിൽ മരുന്നുകൾ അവിടെ വലിച്ചു കയറിയിടാൻ പറ്റുമോ? ഇല്ല, നല്ല രീതിയിൽ അത് സ്റ്റോറേജ് ചെയ്യണം. കോമ്പൗണ്ടിങ്, ഡിസ്പെൻസിങ്, വിതരണം ചെയ്യല, മാനുഫാക്ചറിങ്, നിർമ്മിക്കല, പിന്നെന്താണ് ടെസ്റ്റിംഗ്, മരുന്നുകൾ ടെസ്റ്റ് ചെയ്യാം, പാക്കേജിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. നെക്സ്റ്റ്, it is also related to education and research in pharmaceutical services. ഫാർമസ്യൂട്ടിക്കൽ സേവനങ്ങളിലെ വിദ്യാഭ്യാസവും ഗവേഷണവുമായി ഈ ഫാർമസി ബന്ധപ്പെട്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ. എന്താണ് മാനുഫാക്ചറിങ് ചെയ്യുന്നത്? ചില ഹോസ്പിറ്റലിൽ എന്താണ് മരുന്നുകൾ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരെന്ത് ചെയ്യാം, ഓരോ റിസർച്ചുകൾ നടത്തിയിട്ടായിരിക്കും അവർ ആ മരുന്ന് മാനുഫാക്ചർ ചെയ്യുന്നത്. അതാണ് റിസർച്ച്. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ചില ഹോസ്പിറ്റൽ എന്താണ് ഫാർമസി പഠിപ്പിക്കുന്ന ഹോസ്പിറ്റൽ അങ്ങനെയുള്ളതൊക്കെ ഇല്ലേ, അതാണ് എഡ്യൂക്കേഷൻ. A hospital pharmacy is governed by a professionally efficient and a qualified pharmacist. ഇപ്പൊ ഫാർമസിയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ എങ്ങനെയുള്ളവരായിരിക്കും? പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കും. ഗവൺമെന്റ് അപ്രൂവ്ഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളായിരിക്കും ആ ഫാർമസിയിൽ നിൽക്കുന്നത്. അല്ലാണ്ട് വെറുതെ ഉള്ള ആൾക്കാരെ പിടിച്ച് ഫാർമസിയിൽ ആരെങ്കിലും നിയമിക്കോ? ഇല്ലല്ലോ. എന്താണ് അവർക്ക് ഫാർമസിയിലെ ക്വാളിഫിക്കേഷൻ ഉണ്ടാവും. Next, hospital pharmacists are accountable for the ordering, quality testing, storing, and security of drugs and medicines in hospital. They must also make sure and adequate supply of medicines. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റുകൾ എന്തൊക്കെ ചെയ്യണം? ആശുപത്രിയിലെ മരുന്നുകളുടെയും എന്ത് ചെയ്യണം, മരുന്നുകളുടെ ഓർഡർ. അതായത് ചില മരുന്നുകൾ എന്ത് ചെയ്യും, സ്റ്റോക്ക് കുറവ്, അതിൽ പുതിയ സ്റ്റോക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ന്യൂ മെഡിസിൻസ് അവരെ ഫാർമസിയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം, അതിനുള്ള ഓർഡർ എടുക്കണം. അതാണ് ഫോർ ദി ഓർഡറിങ്. ക്വാളിറ്റി ടെസ്റ്റിംഗ്, ഓരോ മരുന്നുകളുടെ ക്വാളിറ്റി, നല്ല ക്വാളിറ്റിയുള്ള മരുന്നുകൾ മാത്രമേ നമുക്ക് പേഷ്യന്റിന് കൊടുക്കാൻ പറ്റുള്ളൂ. ലോ ക്വാളിറ്റിയുള്ള മരുന്നുകൾ കൊടുത്താൽ അത് പേഷ്യന്റിന് അപകടമില്ലേ, ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ? അതാണ് ക്വാളിറ്റി ടെസ്റ്റിംഗ് ഉണ്ടായിരിക്കണം. സ്റ്റോറിങ്, നല്ല രീതിയിൽ സ്റ്റോർ ചെയ്യണം. സെക്യൂരിറ്റി, ചില മരുന്നുകൾ നല്ല സെക്യൂരിറ്റി കൊടുക്കണം. ഈ നർക്കോട്ടിക്സ് അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്ത് ചെയ്യാം, പ്രത്യേക ഷെൽഫിലൊക്കെ ആക്കി സ്റ്റോർ ചെയ്ത് വെക്കണം. അതാണ് സെക്യൂരിറ്റി ഓഫ് ഡ്രഗ്സ് ആൻഡ് മെഡിസിൻസ് ഇൻ ഹോസ്പിറ്റൽസ്. They must also make sure and adequate supply of medicines. കൂടാതെ അവരെന്ത് ചെയ്യണം, ശരി ആവശ്യത്തിന് മരുന്ന് ലഭ്യമാണോ എന്നും കൂടി ഉറപ്പുവരുത്തണം. എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിസ്റ്റ് ആർ അക്കൗണ്ടബിൾ ഫോർ ദി ഓർഡറിങ്. ഓർഡർ കൊടുക്കുക, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, കൂടാതെ മരുന്നുകളുടെ സെക്യൂരിറ്റി ഉറപ്പുവരുത്തുക. പിന്നെ എന്താണ് ആവശ്യത്തിന് മരുന്ന് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉണ്ടോ എന്നും അവർ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇൻട്രൊഡക്ഷൻ മനസ്സിലായോ? എല്ലാവരും ഒന്ന് നോക്കിയേ ഒരു 2 മിനിറ്റ്. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഹാൻഡ് റൈസ് ചെയ്യാം, എന്നിട്ട് ചോദിക്കാം. ഡൗട്ട്സ് വല്ലതുണ്ടോ? വായിച്ചു നോക്കിയൊന്ന്. ടീച്ചർ നോട്ട് ലാസ്റ്റ് പറഞ്ഞു തരുവോ? എന്താണ് നോട്ട് ലാസ്റ്റ് പറഞ്ഞു തരുവോ അതോ ലെക്ചറായിട്ട് എഴുതണോ? ലെക്ചർ ആയിട്ട് എഴുതിക്കോ. പിന്നെ നിങ്ങൾക്ക് PDF ഉണ്ടല്ലോ, PDF നോക്കിയാൽ മതി. എന്തെങ്കിലും വേണ്ടുന്നുണ്ടെങ്കിൽ പറയുമ്പോ തന്നെ നിങ്ങൾ ലെക്ചർ നോട്ട് എഴുതിയെടുത്തോ. ലാസ്റ്റ് പോയിന്റ്, hospital pharmacists are accountable for the ordering, quality testing, storing and security of drugs and medicines in hospitals.
എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഫാർമസിസ്റ്റ് എന്തൊക്കെ കാര്യങ്ങൾ ഉറപ്പുവരുത്തണം? ഓർഡറിങ്, അതായത് ചില മരുന്നുകളുടെ സ്റ്റോക്ക് എന്തായിരിക്കും? അവിടെ കുറവായിരിക്കും. മരുന്ന് കൊടുത്ത് സ്റ്റോക്ക് കുറയേ, അതല്ലെങ്കിൽ ആ മരുന്നിന്റെ പുതിയ മരുന്നുകൾ അവിടെ ഫാർമസിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യണം? ഈ ഫാർമസിയില് സപ്ലൈ ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്ക് ഇവര് ഓർഡർ കൊടുക്കേണ്ടതുണ്ട്, ഈ ഫാർമസിസ്റ്റ്. അതാണ് ഓർഡറിങ്. ക്വാളിറ്റി ടെസ്റ്റിംഗ്. ക്വാളിറ്റി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാല് ഓരോ മരുന്നുകളുടെയും ഓരോ മെഡിസിൻസിന്റെയും ക്വാളിറ്റി ഇവര് നല്ലതാണോ ഗുഡ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. അത് ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക, അതാണ് ക്വാളിറ്റി ടെസ്റ്റിംഗ്. സ്റ്റോറിങ്. സ്റ്റോറിങ് എന്ന് പറഞ്ഞാൽ മരുന്നുകള് ശരിയായ രീതിയിൽ അവര് സ്റ്റോർ ചെയ്ത് വെക്കാം. എല്ലാ മരുന്നുകളും വെറുതെ വലിച്ചു വാരിയിട്ടാൽ പറ്റുമോ? അപ്പൊ നമുക്ക് തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ഷെൽഫുകളിലൊക്കെ കബോർഡുകളിൽ മരുന്നിന്റെ മെഡിസിൻസിന്റെ പേര് എഴുതി കണ്ട് അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്ന കണ്ടിട്ടില്ലേ? അതാണ് സ്റ്റോറിങ്. ആൻഡ് സെക്യൂരിറ്റി. ഇപ്പൊ നമുക്ക് ഈ നാർക്കോട്ടിക്സ് മരുന്നുകളൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്ത് ചെയ്യണം? ശരിയായ രീതിയിൽ സെക്യൂരിറ്റി ആയിട്ട് അതിന് പ്രത്യേകമായ കബോർഡ്സിലോ അല്ലെങ്കിൽ ഷെൽഫിലൊക്കെ അവര് സെക്യൂരിറ്റി ആയിട്ട് പൂട്ടി വെച്ച് ലോക്ക് ചെയ്ത് സൂക്ഷിക്കേണ്ട മരുന്നുകളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങനെ മരുന്നുകള് സെക്യൂരിറ്റി ആയിട്ട് വെക്കേണ്ട മരുന്നുകൾ എന്താണ്? സൂക്ഷിച്ചു വെക്കേണ്ട മരുന്നുകള് അങ്ങനെ സൂക്ഷിച്ചു വെക്കാം. ഇതൊക്കെ എന്താ ഫാർമസിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. They must also make sure an adequate supply of medicines. എന്താണ്? ശരിയായ രീതിയിൽ മരുന്നുകൾ അവർക്ക് ലഭ്യമാണോ എന്നുള്ള കാര്യം അവർ ഉറപ്പുവരുത്തുക. അതാണ് ലാസ്റ്റ് പോയിന്റ്. ഇനി ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാല് മരുന്നുകളുടെ ലഭ്യത എന്ന് വെച്ചാല് നമ്മളിപ്പോ സപ്ലൈയേഴ്സിന് അല്ലെങ്കിൽ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളുടെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം? മരുന്നുകൾ നമ്മൾ പർച്ചേസ് ചെയ്യും. അപ്പം നമ്മൾ മരുന്നുകളുടെ ഓർഡർ കൊടുത്താൽ മാത്രം മതിയോ? ആ മരുന്നുകൾ കറക്റ്റ് ടൈമിൽ നമുക്ക് കിട്ടിയോന്ന് ആ ഫാർമസിസ്റ്റ് ഉറപ്പ് വരുത്തുക കൂടി ചെയ്യണ്ടേ? അതാണ് പ്രൊക്യൂർമെന്റ്. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പ്രൊക്യൂർമെന്റ് ചോദിച്ചതാരാ? ക്ലിയർ ആയോ? യെസ് മാം. ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ നമുക്ക്. നെക്സ്റ്റ് എടുക്കാലോ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. Yes, ma'am. യെസ് മാം. ഫങ്ഷൻസ് ഓഫ് എ ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം നമ്മൾ എന്താ പറഞ്ഞ ഇൻട്രൊഡക്ഷൻ ഓഫ് ഫാർമസി. നെക്സ്റ്റ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ചെയ്യുന്നതെന്ന്. ഫോർകാസ്റ്റ് ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാല് ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത്? പ്രൊവിഷനിങ്, പർച്ചേസിങ്, റിസീവിംഗ്, ഇൻസ്പെക്ഷൻ, ക്വാളിറ്റി ടെസ്റ്റ്, സ്റ്റോറേജ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. എന്ത് ചെയ്യാ? പ്രൊവിഷൻ ചെയ്യാം. ഓരോ മരുന്നുകളും അവർക്ക് ലഭ്യമാണോ, ഇന്ന മരുന്ന് അവിടെ ഉണ്ടോ, അങ്ങനെയുള്ള പ്രൊവിഷനിങ് കാര്യങ്ങൾ. പിന്നെ പർച്ചേസ് ചെയ്യാം മരുന്നുകള്, സ്റ്റോക്ക് ഇല്ലാത്ത മരുന്നുകള്, അതല്ല പുതിയ മരുന്നുകള്, അതല്ല വേറെ എന്തെങ്കിലും മരുന്നുകൾ അവിടെ ഹോസ്പിറ്റലിൽ ആവശ്യമുണ്ടോ, അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിൽ അവര് പർച്ചേസ് ചെയ്യാം. പിന്നെ റിസീവിങ്, പർച്ചേസ് ചെയ്താൽ മാത്രം മതിയോ മരുന്നുകള്? അത് വാങ്ങുകൂടി ചെയ്യണ്ടേ ഹോസ്പിറ്റലില് ഫാർമസിയില്? അതാണ് റിസീവിങ്. ഇൻസ്പെക്ഷൻ ചെയ്യുക. എല്ലാ മരുന്നുകളും അവര് സ്റ്റോക്ക് പർച്ചേസ് ചെയ്ത മരുന്നുകളെല്ലാം ഉണ്ടോ, അവിടെ ഏതൊക്കെ മരുന്നുകളുണ്ട്, അങ്ങനെയുള്ള ഇൻസ്പെക്ഷൻ കാര്യങ്ങള് നോക്കാം. പിന്നെ ക്വാളിറ്റി ടെസ്റ്റ്, മരുന്നിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുക. പിന്നെ സ്റ്റോറേജ്, നല്ല രീതിയിൽ മരുന്നുകൾ സ്റ്റോറേജ് ചെയ്യുക. ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഔട്ട് പേഷ്യന്റിനൊക്കെ മരുന്നുകൾ എന്ത് ചെയ്യാം? വാർഡില് ഔട്ട് പേഷ്യന്റിന് അവർക്ക് എന്തൊക്കെ മരുന്നുകൾ എന്ത് ചെയ്യണം? അവര് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, വിതരണം കൂടി ചെയ്യണ്ടേ? മരുന്നുകൾ വെറുതെ സ്റ്റോറേജ് ചെയ്താൽ മതിയോ ഹോസ്പിറ്റൽ ഫാർമസിയില്?
അതാണ് ഡിസ്ട്രിബ്യൂഷൻ. നെക്സ്റ്റ് എടുക്കാലോ. സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി. ആദ്യത്തെ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ അമ്മയുടെ. മിസ് കേൾക്കാൻ ഫോർകാസ്റ്റിംഗിന് പറ്റത്തില്ലായിരുന്നു. എന്താ? ആദ്യത്തെ കേൾക്കാൻ പറ്റത്തില്ല. ഉദ്ദേശം എന്താണെന്ന് ഓരോ മരുന്നുകളും പ്രൊവിഷൻ ചെയ്യുക. ഏതൊക്കെ മരുന്നുകളുണ്ട്, മരുന്നുകളുടെ ലഭ്യത എന്ന് വെച്ചാൽ എല്ലാ മരുന്നുകളും അവിടെ ഉണ്ടോ പ്രൊവിഷനും. പിന്നെ പർച്ചേസ് ചെയ്യുക, മരുന്നുകൾ എന്ത് ചെയ്യുക, അവർക്ക് ഇല്ലാത്ത മരുന്നുകൾ അതെല്ലാം പുതിയ മരുന്നുകൾ വേണമെങ്കിൽ അവര് പർച്ചേസ് ചെയ്യുക. റിസീവ് ചെയ്യുക. പർച്ചേസ് ചെയ്താൽ മാത്രമേ പറ്റില്ലല്ലോ. സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് നിന്ന് എന്ത് ചെയ്യണം, ആ മരുന്നുകള് മേടിക്കുക കൂടി വേണം, റിസീവ് ചെയ്യാൻ കൂടി വേണം. പിന്നെ കൊണ്ടുവരുന്ന മരുന്നുകള് ശരിയായ അവര് ഓർഡർ കൊടുത്ത രീതിയിലുണ്ടോ, അവർക്ക് ആ ക്വാണ്ടിറ്റി മരുന്നുകൾ കിട്ടിയിട്ടുണ്ടോ, അവര് കൊടുത്ത സെയിം മരുന്നുകളാണ് അവർക്ക് ലഭിച്ചത്, അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടി വരും അല്ലേ. അതാണ് ഇൻസ്പെക്ഷൻ. പിന്നെ ക്വാളിറ്റി ടെസ്റ്റ്, കൊണ്ടുവന്ന മരുന്നുകൾ അതല്ലെങ്കിൽ ഫാർമസിയിലുള്ള മരുന്നുകൾക്ക് ക്വാളിറ്റി ഉള്ള മരുന്നുകളാണോ. എന്താ ക്വാളിറ്റി ഇല്ലാത്ത മരുന്നുകൾ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുമോ, അത് അവർക്ക് എന്ത് ചെയ്യാം, ബാഡ് ആയിട്ട് ഇഫക്ട് ചെയ്യില്ലേ പേഷ്യന്റിന്. അപ്പൊ ക്വാളിറ്റി ടെസ്റ്റ്. പിന്നെ സ്റ്റോറേജ്, കൊണ്ട് അവിടെയുള്ള മരുന്നുകള് അതല്ലെങ്കിൽ പർച്ചേസ് ചെയ്ത മരുന്നുകള് നല്ല രീതിയിൽ അവര് സ്റ്റോറേജ് ചെയ്യുക കൂടി വേണം. പിന്നെ എന്ത് ചെയ്യാ, സ്റ്റോറേജ് ചെയ്ത് മേടിച്ച മരുന്നുകൾ സ്റ്റോറേജ് ചെയ്താൽ മാത്രം മതിയാവും, ഡിസ്ട്രിബ്യൂഷൻ കൂടി ചെയ്യണം. അതാണ് മരുന്നുകള് പേഷ്യൻസിന് അവര് അല്ലെങ്കിൽ വാർഡില് അല്ലെങ്കിൽ ഒക്കെ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, മരുന്നുകള് വിതരണം ചെയ്യുക കൂടി വേണം. അതാണ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ. പിന്നെ സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് എന്ന് വെച്ചാല് അവര് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ് എന്നാല് വിശ്വാസയോഗ്യരായ സപ്ലയേഴ്സ്. ഇപ്പൊ എന്താ, മരുന്നുകളുടെ ഫാർമസിയുടെ ആവശ്യമായ മരുന്നുകൾ അവരെന്ത് ചെയ്യണം, വിതരണക്കാരുടെ സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കേണ്ടി വരും. അപ്പൊ അവര് വെറുതെ സപ്ലയേഴ്സിനെ തെരഞ്ഞെടുത്തിട്ട് കാര്യമുണ്ടോ, അവർക്ക് കറക്റ്റ് ടൈമില് കറക്റ്റ് സമയത്ത് കറക്റ്റ് ഓർഡർ, അവർ കൊടുത്ത ഓർഡറിൽ നല്ല ക്വാളിറ്റി ഉള്ള മരുന്നുകളായിരിക്കണം ഈ സപ്ലയേഴ്സ് വിതരണം ചെയ്യേണ്ടത്. അങ്ങനെയുള്ള വിതരണക്കാരെ ആയിരിക്കണം ഇവര് സെലക്ട് ചെയ്യേണ്ടത്. സെലക്ഷൻ ഓഫ് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. നെക്സ്റ്റ്, പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് നീഡഡ് മെഡിസിൻസ്. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഹോസ്പിറ്റലിൽ പല ഡോക്ടേഴ്സ് ഉണ്ട്, പല സെക്ഷൻ ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മുടെ കാർഡിയോളജി ഉണ്ടാവും, ഓർത്തോ ഉണ്ടാവും, പീഡിയാട്രിഷ്യൻ ഉണ്ടാവും, ഗൈനക് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ട്. അപ്പൊ ഓരോ ഡോക്ടേഴ്സിനും ഡിഫറെന്റ് മെഡിസിൻസ് ആയിരിക്കില്ല ആവശ്യം. അപ്പൊ ഈ എല്ലാവർക്കും ആവശ്യമായ മെഡിസിൻസ് എന്ത് ചെയ്യാം, ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വേണം. ആ ഹോസ്പിറ്റലിന് ആവശ്യമായ മെഡിസിൻസ് ഏതൊക്കെയാണെന്നുള്ള എസ്റ്റിമേഷൻ എടുക്കണം ഈ ഫാർമസിസ്റ്റ്. കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡ്രഗ് റിയാക്ഷൻ എന്ന് വെച്ചാല് ഈ ഫാർമസിസ്റ്റുകള് അവര് ഈ മരുന്നുകളെ കുറിച്ചുള്ള എന്തൊക്കെയാണ് തേർഡ് ഒന്നും കൂടി പറയാ, തേർഡ് പോയിന്റ്. പറയാം. പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് ഓഫ് ദി നീഡഡ് മെഡിസിൻസ്. ഇപ്പൊ നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നവരല്ലേ, നമുക്കറിയാൻ പറ്റും ഒരു ഹോസ്പിറ്റലിൽ പല സെക്ഷൻ ഉണ്ടാവും. ഇപ്പൊ ഓർത്തോ ഡോക്ടർ ഉണ്ടാവും, ഗൈനക് ഉണ്ടാവും, പീഡിയാട്രിഷ്യൻ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് സെക്ഷൻ ഉണ്ട് ഇല്ലേ. അപ്പൊ എന്താണ്, ഓരോ ഡോക്ടേഴ്സിനും വേറെ വേറെ മരുന്നുകളല്ല ആവശ്യം. അപ്പൊ എന്ത് ചെയ്യാം, ആ ഹോസ്പിറ്റലിന് ആവശ്യമായ നീഡഡ് മെഡിസിൻ ആ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എഴുതുക, അവർക്ക് ആവശ്യമായ മെഡിസിൻസിന്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, പ്രിസ്ക്രൈബിംഗ് എസ്റ്റിമേറ്റ് എന്താണ് ഈ ഫാർമസിസ്റ്റിന് വേണം. ഓക്കെ, ക്ലിയർ ആയത്? ഓക്കെ. നെക്സ്റ്റ് കീപ്പിംഗ് ഇൻഫർമേഷൻ ഓൺ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ, ഡ്രഗ് റിയാക്ഷൻ. എന്ത് ചെയ്യാ, ഇവര് ഈ ഡ്രഗ്സിന് ഈ മെഡിസിൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ സൂക്ഷിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് മെഡിസിനെ കുറിച്ചുള്ള ക്വാളിറ്റി, ആ മെഡിസിൻസ് ക്വാളിറ്റി ഉണ്ടോ, എന്ത് ക്വാളിറ്റി ഉണ്ട്. പിന്നെ കോസ്റ്റ്, ആ മെഡിസിന് ഏകദേശം എത്ര കോസ്റ്റ് വരും അത് സൂക്ഷിക്കുക. പിന്നെ സോഴ്സ് ഓഫ് സപ്ലൈ, ആരാണ് ആ മരുന്ന് വിതരണം ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ
പല സപ്ലയേഴ്സ് ഉണ്ടാവും. ഒരാളുടെ കയ്യിൽ നിന്ന് തന്നെ ഇവർക്ക് എല്ലാ മരുന്നുകളും കിട്ടണമെന്നില്ല. പല സെക്ഷനായിട്ടായിരിക്കും, പലയിടത്തു നിന്നായിരിക്കും അവർ മേടിക്കുന്നത്. അപ്പൊ എന്താ, ആരുടെ കയ്യിൽ നിന്നാണ് ആ മരുന്ന് അവർക്ക് കിട്ടിയത്. പിന്നെ ഡ്രഗ് റിയാക്ഷൻ, ഏതെങ്കിലും മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും റിയാക്ഷൻസ്, ചിലവർക്ക് നമുക്ക് മരുന്നുകൾ, ചില മരുന്നുകൾ വെച്ചിട്ട് ചൊറിച്ചിലുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് ഇങ്ങനെ കടിച്ചിട്ട് പൊന്തും, ചിലവർക്ക് എന്തെങ്കിലും വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലും ഡ്രഗ് റിയാക്ഷൻ ഉണ്ടോ എന്നൊക്കെ ഉള്ള ഇൻഫർമേഷൻ അവർ കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. പിന്നെ നെക്സ്റ്റ്, ക്വാളിറ്റി കൺട്രോൾ ഓഫ് പർച്ചേസ്ഡ് ഓർ മാനുഫാക്ചർഡ് പ്രൊഡക്ട്സ്. ഒന്നില്ലെങ്കിൽ ഇവര് പർച്ചേസ് ചെയ്ത മെഡിസിന്റെ അല്ലെങ്കിൽ ഇവര് മാനുഫാക്ചർ ചെയ്ത മെഡിസിൻസ് ഒക്കെ എന്ത് ചെയ്യുക, ക്വാളിറ്റി കൺട്രോൾ, ക്വാളിറ്റി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ഇവര് സപ്ലയേഴ്സിന്റെ അടുത്ത് നിന്ന് മേടിച്ച മെഡിസിന്റെ ആയാലും ഈ ഹോസ്പിറ്റലിൽ തന്നെ നിർമ്മിച്ച മെഡിസിൻസിന്റെ ആയാലും ക്വാളിറ്റി എന്ത് ചെയ്യണം, ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദി വാർഡ്, എന്ത് ചെയ്യാം, വാർഡുകളില് പേഷ്യൻസിന് എന്ത് ചെയ്യാം, മരുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, മരുന്ന് കൊണ്ട് കൊടുക്കുക, വിതരണം ചെയ്യുക. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്, എന്താണ്, ഔട്ട് പേഷ്യന്റിന് മരുന്നുകൾ കൊടുക്കുക. അപ്പൊ നമുക്കറിയാം, നമുക്ക് ഹോസ്പിറ്റലില് ഇൻ പേഷ്യന്റ് ഉണ്ട്, ഔട്ട് പേഷ്യന്റ് ഉണ്ട്. ഇൻ പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ഡോക്ടർ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവിടെ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഔട്ട് പേഷ്യൻസിനെ പറയുന്നത് ഇൻ പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് എന്നാല് ജസ്റ്റ് ഡോക്ടർ വിസിറ്റ് ചെയ്യാനൊക്കെ വരില്ല എന്തെങ്കിലും അസുഖം കൊണ്ട്, അവരാണ് ഔട്ട് പേഷ്യന്റ്. അവർക്ക് എന്ത് ചെയ്യാം, മരുന്നുകൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ, എന്താണ്, ഹോസ്പിറ്റലിലെ ഡ്രഗ്സ്, മരുന്നുകൾ എവിടെ നിന്നൊക്കെയാണ്, ഏതൊക്കെ വിതരണക്കാരിൽ നിന്നാണ്, ഏതൊക്കെ മാനുഫാക്ചറേഴ്സ് എടുത്തുനിന്നാണ് അവർക്ക് മരുന്ന് കിട്ടുന്നത് എന്നുള്ള ഇൻഫർമേഷൻ അവർ സൂക്ഷിക്കുക. സെന്റർ ഓഫ് ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, മരുന്നുകളുടെ യൂട്ടിലൈസേഷൻ, ഉപയോഗത്തിന്റെ പഠന കേന്ദ്രമായി പ്രവർത്തിക്കാം. മരുന്ന് ഉപയോഗത്തിന്റെ, എങ്ങനെയൊക്കെയാണ് മരുന്ന് ഉപയോഗിക്കേണ്ടത്, എത്ര ക്വാളിറ്റിയിൽ ഉപയോഗിക്കും, എത്ര ഡോസിൽ ഉപയോഗിക്കും. ഓക്കെ, ലെക്ചർ നോട്ട് എഴുതാൻ കഴിയുന്നില്ല, ഒന്ന് സ്പീഡ് കുറക്കുക. സ്പീഡില് ലെക്ചർ നോട്ടേ ഓരോ പോയിന്റ് എഴുതുമ്പോ സ്പീഡിലാവുമ്പോഴേ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് സെക്കൻഡ്. നിങ്ങൾക്ക് ഒന്നുകൂടി പറഞ്ഞു ചെയ്തിട്ട് അല്ല, മിസ് നോട്ട് തരുമോ? മിസ് നോട്ട് തരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ നിങ്ങൾക്ക് സ്ലോ ആയിട്ട് പറഞ്ഞു തരാം. എന്താ ഞങ്ങൾ എഴുതുമ്പോ അത് എത്തുന്നില്ല, രണ്ടും കൂടി ഞങ്ങള് സ്പീഡിൽ പോവാണ്. ഓക്കെ, എവിടെ നിന്നാ തുടങ്ങണ്ടേ? നമ്മളിപ്പോ 5 പോയിന്റ് ആയിട്ടുള്ളൂ. 5 കഴിഞ്ഞ് 6 കഴിഞ്ഞപ്പോ 7th കഴിഞ്ഞ് 8th എത്തി. ഞാൻ 6th മുതൽ ഒന്നുകൂടെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, താങ്ക് യു. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിസിൻസ് ഇൻ ദി വാർഡ്, എന്താണ്, വാർഡുകളിലെ പേഷ്യൻസിന്. ചില പേഷ്യൻസ് വാർഡുകളിലൊക്കെ ആയിരിക്കും കിടക്കുന്നത്, അവർക്ക് എന്താ, മരുന്ന് വിതരണം ചെയ്യുക, വാർഡുകളില് മരുന്ന് വിതരണം ചെയ്യുക. നെക്സ്റ്റ് പറയാലോ, നെക്സ്റ്റ് വൺ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കാമെന്റ്സ് ടു ഔട്ട് പേഷ്യന്റ്, ഔട്ട് പേഷ്യന്റിന് മരുന്നുകൾ വിതരണം ചെയ്യുക. എന്ന് വെച്ചാല് ഒരു ഹോസ്പിറ്റലില് ഇൻ പേഷ്യൻസ് ഉണ്ടാവും, ഔട്ട് പേഷ്യൻസ് ഉണ്ടാവും. ഇൻ പേഷ്യൻസ് എന്ന് പറഞ്ഞാല് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തതിന് ശേഷം അവിടെ അഡ്മിറ്റ് ആക്കിയില്ല, ഇപ്പൊ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ആംബുലൻസ് അങ്ങനെയൊക്കെ ഉള്ളടത്ത് വന്ന് കണ്ട് അവരെ അഡ്മിറ്റ് ആക്കൂലേ, അവരെ പറയാനാണ് ഇൻ പേഷ്യന്റ്. ഔട്ട് പേഷ്യന്റ് എന്ന് പറഞ്ഞാല് ഡോക്ടറിനെ കാണാൻ ജസ്റ്റ് കൺസൾട്ടൻസിക്ക് വന്ന പേഷ്യന്റ് ആണ് ഔട്ട് പേഷ്യന്റ്. അവർക്ക് എന്ത് ചെയ്യുക, മരുന്ന് വിതരണം ചെയ്യുക. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിലെ ഫാർമസിയില് മരുന്നുകൾ ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ്, മെഡിസിൻസിന്റെ പറയുന്നത് തന്നെയാണ് മെഡിക്കാമെന്റ്സ്. ഡ്രഗ് ഇൻഫർമേഷൻ സോഴ്സ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലില് മരുന്നുകളുടെ ഉറവിടം, അവർക്ക് ഏതൊക്കെ സപ്ലയേഴ്സ് ആണ് അല്ലെങ്കിൽ ഏതൊക്കെ മാനുഫാക്ചേഴ്സ് ആണ്, അവർക്ക് എവിടെ നിന്നൊക്കെയാണ് മരുന്നുകൾ കിട്ടുന്നതെന്നുള്ള സോഴ്സ്, മരുന്നുകളുടെ ഉറവിടം അറിയുക.
നെക്സ്റ്റ് പറയാലോ. Yes, ma'am. സെന്റർ ഫോർ ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് എന്താ? മരുന്ന് ഉപയോഗ പഠന കേന്ദ്രമായി പ്രവർത്തിക്കുക. അതായത് ഒരു മരുന്ന് ഇത്ര രീതിയിൽ ഇത്ര ഡോസേജിൽ ഉപയോഗിക്കണം, ഇന്ന സമയത്ത് ഉപയോഗിക്കണം, അതായത് മരുന്ന് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളതിന്റെ ഒരു പഠന കേന്ദ്രമായി പ്രവർത്തിക്കുക. നെക്സ്റ്റ് bring in ഉള്ള ഈസ് ഇല്ലാട്ടോ അവിടെ. bring in practice recommendations of the pharmacy and the therapeutic committee. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും ഫാർമസിയുടെയും പ്രാക്ടീസിനും റെക്കമെൻഡ് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ നടപ്പാക്കണം എന്നതിനുള്ള ഒരു പ്രായോഗിക സ്ഥലമായി പ്രായോഗികമായ രീതിയിൽ കൊണ്ടുവരാം അവരുടെ റെക്കമെൻഡേഷനും പ്രാക്ടീസും എല്ലാം. അപ്പൊ ജസ്റ്റ് നിങ്ങൾ തെറാപ്യൂട്ടിക് കമ്മിറ്റിന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. നമുക്ക് നെക്സ്റ്റ് ഈ സെക്ഷനിൽ തന്നെ ആരൊക്കെയാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലെ ആളുകളാണ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ജസ്റ്റ് തെറാപ്യൂട്ടിക് കമ്മിറ്റിന്ന് പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് പറയാലോ. Yes, ma'am. പേഷ്യന്റ് കൗൺസിലിംഗ്. പേഷ്യന്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാല് പേഷ്യന്റിന് ഒരു മരുന്ന് എങ്ങനെ ഉപയോഗിക്കണം ചേട്ടാ. ഒന്നും കൂടെ പറയാവോ? ഏതാണ് നേരത്തെ bring in practice easy ഇല്ല. bring in practice recommendation of the pharmacy and therapeutic committee. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും ഫാർമസിയുടെയും പ്രാക്ടീസും അവരുടെ ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവരെന്തൊക്കെ പുതിയ കാര്യങ്ങളാണ് കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുക. ഇപ്പൊ തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ അവരുടെ ഫങ്ഷൻസ് എന്താണ്, ആ തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഈ സെക്ഷൻ ഇത് കഴിഞ്ഞിട്ട്. അപ്പൊ പഠിക്കാം കേട്ടോ. അപ്പൊ കുറച്ചും കൂടെ ക്ലിയർ ആവും. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഫാർമസിയിലെയും തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെയും പുതിയ പുതിയ റെക്കമെൻഡേഷൻസ് എന്തൊക്കെ കാര്യങ്ങളാണ് പുതുതായിട്ട് അവർ കൊണ്ടുവരുന്നത്, അവർക്ക് എന്തൊക്കെ കാര്യങ്ങളിൽ പ്രാക്ടീസ് വേണം, അങ്ങനെയുള്ള ഒരു കേന്ദ്രമായി ഈ ഫാർമസി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് എടുക്കാലോ. നെക്സ്റ്റ് പറഞ്ഞോട്ടെ. എന്തായാലും പേഷ്യന്റ് കൗൺസിലിംഗ്, അതായത് പേഷ്യന്റിന് ഒരു കൗൺസിലിംഗ് കൊടുക്കുക. എന്തിനെ കുറിച്ചായിരിക്കും ഇപ്പൊ നമ്മ പേഷ്യന്റിന് കൗൺസിലിംഗ് കൊടുക്കേണ്ടത്? മെഡിസിനെ പറ്റി. മെഡിസിന് ഏത് സമയത്ത് കഴിക്കണം, എത്ര ഡോസേജിൽ കഴിക്കണം, പിന്നെ എന്താണ് ഈ മെഡിസിൻ കഴിച്ചാൽ എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്റ്റോ അല്ലെങ്കിൽ സൈഡ് ഇഫക്റ്റോ ഉണ്ടാവുമോ, നിങ്ങൾക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടാവും, അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കൗൺസിലിംഗ് ആയിട്ട് ഈ ഫാർമസി പ്രവർത്തിക്കുക. കീപ്പിംഗ് ലൈസൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്. ഈ പേഷ്യന്റും നഴ്സിംഗും ഈ മെഡിക്കൽ സെക്ഷനും ഒക്കെ തമ്മിൽ ഒരു ബന്ധം, ഒരു ഗുഡ് റിലേഷൻ കൊണ്ടുവരാം. ലൈസൺ നല്ല റിലേഷൻ ബന്ധം, ഒരു നല്ല റിലേഷൻ കൊണ്ടുവരാം. ഇപ്പൊ ഒരു രോഗിക്ക് ഒരു മെഡിസിൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ട്, അപ്പൊ അതൊക്കെ പെട്ടെന്ന് ആ നഴ്സിനോട് പറയാൻ പറ്റണം. അങ്ങനെ ഒരു അവർ തമ്മിൽ ഒരു ഗുഡ് റിലേഷൻ ഉണ്ടാവണം. ഓക്കെ, ഇതൊന്ന് നോക്കിയേ. ഈ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ലാസ്റ്റ് പോയിന്റ് ആണോ? കീപ്പിംഗ് ലൈസൺ ബിറ്റ്വീൻ മെഡിക്കൽ നഴ്സിംഗ് ആൻഡ് പേഷ്യന്റ്. നേഴ്സും പേഷ്യന്റും പിന്നെ മെഡിക്കൽ സ്റ്റാഫുകളും തമ്മിൽ ഒരു ഗുഡ് റിലേഷൻ കൊണ്ടുവരാം. എന്ന് വെച്ചാൽ ഈ മെഡിസിൻസ് ഉപയോഗിച്ചിട്ട് ആ രോഗിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ആ രോഗിക്ക് ആ മെഡിസിനെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ അപ്പൊ നമുക്ക് എന്താണ് ഈ രോഗിയും നഴ്സും തമ്മിൽ ഒരു നല്ല റിലേഷൻ അല്ല, ചാടിക്കടിക്കണം. നമുക്ക് തന്നെ അറിയാം, ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് ഒരു നഴ്സ് നമ്മൾ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ചാടിക്കടിക്കണേ നമ്മൾ അവരോട് എന്തെങ്കിലും ചോദിക്കാൻ ധൈര്യപ്പെടോ? നമുക്ക് പേടിയായിരിക്കില്ലേ അല്ലേ? ഫാർമസിയിലെ ആളുകളാണ്.
അതാണ് ഒരു നല്ല ഗുഡ് റിലേഷൻ കൊണ്ടുവരും. അപ്പൊ ജസ്റ്റ് ഈ ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി എല്ലാവരും ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ, പറഞ്ഞാൽ. Demand professional purchasing, receiving inspection, quality test, storage and distribution, staging of the supply, prescribing, estimate of the need, medicine. മിസ്സസ് സ്ക്രീനിലില്ലേ ആ ഇൻട്രൊഡക്ഷന്റെ അതൊന്ന് താഴത്തേക്ക്. PDF ഇല്ല. ആ PDF ഉണ്ട്. അപ്പൊ ക്ലാസ് ഇങ്ങനെ വായിക്കാൻ സുഖമായിരുന്നു. ഓക്കെ. നെക്സ്റ്റ് എടുത്താലോ? ഈ രണ്ട് സെക്ഷനിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇൻട്രൊഡക്ഷൻ, ഫങ്ഷൻസ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി ക്ലിയർ അല്ലേ എല്ലാവർക്കും? ഓക്കെ മാഡം. നെക്സ്റ്റ് നമുക്ക് എന്ത് പഠിക്കാം? ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസി. ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ടുള്ള ഉദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ ഉദ്ദേശങ്ങളായിരിക്കും ഹോസ്പിറ്റൽ ഫാർമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നല്ല ഗുണമേന്മയുള്ള മെഡിസിൻ സപ്ലൈ ചെയ്യുക. ഓക്കെ. ക്വാളിറ്റിയുള്ള മരുന്നുകൾ സപ്ലൈ ചെയ്യുക. പിന്നെ സ്റ്റാഫിനൊക്കെ നല്ല ബിഹേവിയർ. ഓക്കെ. പറയട്ടെ എന്നാ? To make sure that the availability of right medication at the right time in the right dose at the minimum possible cost. എന്ത് ചെയ്യുക? ഏറ്റവും സാധ്യമായ വിലയിൽ. എന്താന്ന് വെച്ചാല് എന്താണ്, ഒരു ഹോസ്പിറ്റൽ ഫാർമസിയിൽ മരുന്നിന് ഭയങ്കര റേറ്റ് ആണ്. ആ മരുന്ന് തന്നെ നമുക്ക് പുറത്ത് വില കുറച്ച് കിട്ടും. ആ സെയിം മരുന്ന്, സെയിം ക്വാളിറ്റി ഉള്ള സെയിം മരുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഔട്ട്സൈഡില് നല്ല വില കുറച്ച് കിട്ടും. അപ്പൊ നമ്മ എവിടെ നിന്നാ വാങ്ങുക? പുറത്തുനിന്ന് വാങ്ങോ ഫാർമസിയിൽ നിന്ന് വാങ്ങോ? നമ്മള് വില കുറച്ച് കിട്ടുന്ന സ്ഥലത്തേ പോവുക, പോയി മേടിക്കുള്ളൂ. അതാണ് പറഞ്ഞത്. പോസിബിൾ കോസ്റ്റ്, മിനിമം പോസിബിൾ കോസ്റ്റിന് റൈറ്റ് മെഡിസിൻ, ശരിയായ മെഡിസിന് റൈറ്റ് ടൈം, ശരിയായ സമയത്ത് നല്ല ശരിയായ ഡോസേജില്. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ മരുന്ന് ഏതെങ്കിലും ഒരു മരുന്ന്, ഇപ്പൊ ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഗ്യാസിനൊക്കെ കഴിക്കില്ലേ? പെന്റാസിഡ് 20 ഉണ്ട്, 40 ഉണ്ട്. അപ്പൊ അതെന്താണ് ഈ 20, 40 എന്ന് പറയുന്നത്? അതിന്റെ എന്താണ്? ഡോസേജ് ആണ് അല്ലെ? അപ്പൊ റൈറ്റ് ഡോസില് ശരിയായ സമയത്ത് ശരിയായ മരുന്നുകള് പോസിബിൾ, അതായത് അവർക്ക് സാധ്യമായ വിലയിൽ കൊടുക്കാം. ഓക്കെ, ഒന്നും കൂടെ പറയൂ. ഓക്കെ. എന്ന് വെച്ചാല് നമുക്ക് മരുന്നുകള്, ഫാർമസിയിലെ മരുന്നുകള് നമുക്ക് പോസിബിൾ കോസ്റ്റ് ആയിരിക്കണം. ഒരുപാട് വില കൂടുതലാവരുത് മരുന്നുകള്. എന്ത് ചെയ്യണം? റൈറ്റ് മെഡിസിൻ, ശരിയായ മെഡിസിൻ നമുക്ക് എഴുതി തന്ന മെഡിസിൻ തന്നെ തരണം. റൈറ്റ് മെഡിസിൻ അറ്റ് റൈറ്റ് ടൈം, നമുക്ക് ആ സമയത്ത് കിട്ടേണ്ട സമയത്ത് റൈറ്റ് ഡോസിൽ. എന്താണെന്ന് വെച്ചാൽ ചില മരുന്നുകളുടെ ഡോസ് വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? ഇപ്പൊ നമുക്കറിയാം പാരസെറ്റാമോൾ തന്നെ നമുക്കറിയാം 500 ഉണ്ട്, 650 ഉണ്ട്. അത് അതിന്റെ എന്താണ്? ഡോസ് ആണ്. അപ്പൊ റൈറ്റ് ഡോസില മരുന്ന് സാധ്യമായ വിലയില് പേഷ്യൻസിന് കൊടുക്കുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. Next,
To professionalize the operation of pharmaceutical services in a hospital. ഹോസ്പിറ്റലിലെ ഫാർമസിയിലെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കണം? പ്രൊഫഷണൽ രീതിയിലായിരിക്കണം. എന്ന് വെച്ചാല് ഇപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഇപ്പൊ ഹോസ്പിറ്റലിൽ എന്താണ് ഫാർമസിയിൽ നമുക്ക് ടോക്കൺ സിസ്റ്റം കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ? ആദ്യം നമ്മൾ പോയി ഫാർമസിയിൽ ടോക്കൺ എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മളവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? ആ ടോക്കൺ നമ്പർ വിളിക്കും. അപ്പൊ അവിടെ ചെന്ന് നമ്മൾ പേയ്മെന്റ് എടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും നമുക്ക് മെഡിസിൻ തരാനായിട്ട് അവര് വിളിക്കുക. അല്ലേ? അതെ, അതാണ് പ്രൊഫഷണലൈസ്. നല്ല അടുക്കും ചിട്ടയും നല്ല രീതിയിൽ. അതല്ല തോന്നുമ്പോ ഇപ്പൊ ക്യൂവില് ഒരാള് ഫ്രണ്ടിൽ കയറി നിന്ന് ആദ്യമല്ല ലാസ്റ്റ് വന്ന ആള് ഫ്രണ്ടിൽ കയറി നിന്ന് മരുന്നുകൾ മേടിച്ചാൽ നമുക്കത് ഇതാവോ? ഇല്ല. പിന്നെ എന്ത് ചെയ്യാം? നല്ല രീതിയിൽ തന്നെ ഈ ഫാർമസിയിലെ ആളുകൾ എന്ത് ചെയ്യണം? നമുക്ക് മരുന്നുകൾ തരണം. ശരിയായ മരുന്നുകൾ തന്നെ തരണം. വേണ്ടേ? വേണം. അതാണ് ടു പ്രൊഫഷണലൈസ് ദ ഓപ്പറേഷൻ. അതായത് ഫാർമസിയിലെ എല്ലാ പ്രവർത്തനങ്ങളും ഒരു പ്രൊഫഷണലൈസ്ഡ് ആയിരിക്കുക. To act as a counseling department for medical staff, nurses, and for patients on the use of drugs, possible after effects, toxicity, hostile effect, drug interaction, etc. എന്ന് വെച്ചാല് ഈ മെഡിക്കൽ സ്റ്റാഫും നേഴ്സും പേഷ്യന്റ് തമ്മിൽ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയി പ്രവർത്തിക്കുക. എന്തിനെ കുറിച്ചാണ് ഇവർക്ക് കൗൺസിലിംഗ് വേണ്ടത്? ഈ മരുന്നിനെ കുറിച്ച്, യൂസ് ഓഫ് ഡ്രഗ്സ്. ആ മരുന്ന് എങ്ങനെ, ഒരു മെഡിസിൻ എങ്ങനെ ഉപയോഗിക്കേണ്ടത്. നമുക്കറിയാം ചില മരുന്നുകൾ നമുക്ക് കഴിക്കാം, വെള്ളം കുടിച്ച് കഴിക്കാം. ചില മരുന്നുകൾ എന്ത് ചെയ്യും? നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കഴിക്കേണ്ടതുണ്ടാവും, ഇല്ലേ? അതെ. പിന്നെ ചില ആന്റിബയോട്ടിക്സ് എന്താണ്? നമുക്ക് വെള്ളം, അതിലെന്നെ നമുക്ക് അതിനുള്ള വാട്ടർ ഉണ്ടാവും. അത് ഒഴിച്ചിങ്ങാണ്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും കൊച്ചുങ്ങൾക്ക് കൊടുക്കുന്ന പീഡിയാട്രിക് അങ്ങനെയുള്ള മെഡിസിൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ എന്താണ്? ആ മെഡിസിൻസ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? യൂസ് ഓഫ് ഡ്രഗ്സ് എങ്ങനെയാണ് അതിന്റെ ഉപയോഗം? പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ്. ആ മരുന്ന് കഴിച്ചാൽ എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവോ? ടോക്സിസിറ്റി, അതിൽ എന്തെങ്കിലും കെമിക്കൽസോ എന്തെങ്കിലും വിഷാംശം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ള മരുന്നുകള്. പിന്നെ ഹോസ്റ്റൽ ഇഫക്ട്, ഡ്രഗ് ഇന്ററാക്ഷൻ. ആ മരുന്ന് വേറെ മരുന്നിന്റെ ഒപ്പം ഉപയോഗിച്ചാൽ നമുക്ക് എന്തെങ്കിലും അപകടങ്ങളോ എന്തെങ്കിലും നമ്മുടെ ഹെൽത്തിന് ഗുഡ് അല്ലാത്ത ബാഡായ രീതിയിൽ എന്തെങ്കിലും എഫക്ട് ചെയ്യോ? അതിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയി ഫാർമസി പ്രവർത്തിക്കുക. അതൊക്കെ ഫാർമസിയുടെ ഒരു ഉദ്ദേശങ്ങളാണ്. To act as a source of information on drug utilization. Drug, അതായത് ഈ മരുന്ന് എങ്ങനെയൊക്കെ രീതിയിൽ ഉപയോഗിക്കണം. ഹലോ, മൂന്നാമത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞുതരാ, എഴുതാൻ വേണ്ടിട്ട്, ലെക്ചർ നോട്ടിന് വേണ്ടിട്ട്. മെഡിക്കൽ സ്റ്റാഫും നേഴ്സ്, പേഷ്യന്റ് എന്നിവരുടെ ഇടയിൽ ഒരു കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയി പ്രവർത്തിക്കുക. അവർക്ക് മരുന്നിന്റെ ഉപയോഗത്തെ കുറിച്ചും മരുന്നിന് എന്തെങ്കിലും ആഫ്റ്റർ ഇഫക്ട്സോ സൈഡ് ഇഫക്റ്റ് ഉണ്ടോ എന്നതിനെ കുറിച്ചും മരുന്നിൽ എന്തെങ്കിലും ടോക്സിസിറ്റി, എന്തെങ്കിലും വിഷാംശങ്ങളോ എന്തെങ്കിലും കെമിക്കൽസോ, അതായത് ചില മരുന്നുകളിൽ എന്തെങ്കിലും കെമിക്കൽസ് അങ്ങനെ എന്തെങ്കിലും ഇടുക. ആ മരുന്നുകളൊന്നും ഇല്ല, എന്നാൽ ആ മരുന്നുകളെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കുക. ഹോസ്റ്റൈൽ ഇഫക്റ്റ്, ഡ്രഗ് ഇന്ററാക്ഷൻ എക്സെട്ര. അതായത് ചില മരുന്നുകളുടെ ഒപ്പം കഴിച്ചാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ പേഷ്യന്റിന്? ഇന്ററാക്ഷൻ, ആ മരുന്നുകൾ തമ്മിൽ ഇന്ററാക്ഷൻ ആയിട്ട് കൂടി യോജിച്ചിട്ട് എന്തെങ്കിലും പേഷ്യൻസിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഒരു അവയർനെസ് ഈ പേഷ്യന്റിനും നേഴ്സിനും മെഡിക്കൽ സ്റ്റാഫിനും കൊടുക്കുക. Next, to act as a source of information on drug utilization.
ഈ ഡ്രഗ്, ഈ മരുന്ന് എങ്ങനെയൊക്കെ ഉപയോഗിക്കണം, ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കണം എന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നൽകുന്ന ഒരു ഉറവിടം, ഒരു സോഴ്സ് ആയിട്ട് ഈ ഫാർമസി പ്രവർത്തിക്കുക. ഡ്രഗ് യൂട്ടിലൈസേഷൻ, മരുന്ന് ഉപയോഗത്തെ കുറിച്ച് ഇൻഫർമേഷൻ, അറിവുകളും കൊടുക്കുന്ന ഒരു ഉറവിട കേന്ദ്രമായി പ്രവർത്തിക്കുക. ഒന്നുകൂടെ പറഞ്ഞ മേഡം അത്. ഡ്രഗ് ഉപയോഗത്തെ കുറിച്ചുള്ള, മരുന്ന് എങ്ങനെ ഉപയോഗിക്കാന്ന് കുറിച്ച്, മരുന്നുകൾ, മെഡിസിൻസ് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള അറിവ് നൽകുന്ന ഒരു ഉറവിട കേന്ദ്രമായി പ്രവർത്തിക്കുക, ഒരു സോഴ്സ്. നെക്സ്റ്റ്, ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്ട്. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, ചില ഹോസ്പിറ്റലുകളിലെയും അവര് മരുന്നുകള് മാനുഫാക്ചർ ചെയ്യും. അപ്പൊ എന്ത് ചെയ്യാം, മാനുഫാക്ചർ ചെയ്യും അവര് മരുന്നുകള് പെട്ടെന്ന് കണ്ടുപിടിക്കണം ചെയ്യണ്ടേ. അവര് റിസർച്ച് ഒക്കെ ചെയ്ത് ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് ഉപയോഗിക്കാം, അങ്ങനെ അവര് പരീക്ഷണങ്ങളൊക്കെ നടത്തി അതൊക്കെ തെളിയിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അവര് ഉപയോഗിച്ചതിനൊക്കെ ശേഷമായിരിക്കും ആ മരുന്ന് അവര് ഇറക്കുക. അതാണ് റിസർച്ച് പ്രൊജക്ട്. അങ്ങനെയുള്ള റിസർച്ച് പ്രൊജക്ടിന്റെ ഒരു ഭാഗമാകാം ഫാർമസി. ടു ടേക്ക് പാർട്ട് ഇൻ റിസർച്ച് പ്രൊജക്ട്, റിസർച്ച് പ്രൊജക്ടിന്റെ ഒക്കെ ഒരു ഭാഗമാകുക. To bring into practice decision of the pharmacy and therapeutic committee. ഫാർമസിയുടെയും തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും തീരുമാനങ്ങൾ, ഡിസിഷൻസ് പ്രാവർത്തികമാക്കാനുള്ള ഒരു കേന്ദ്രം. ഞാൻ പറഞ്ഞു നേരത്തെ തെറാപ്യൂട്ടിക് കമ്മിറ്റി ആരൊക്കെയാണ്, തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ ആരൊക്കെ പെടുന്നുണ്ടെന്നൊക്കെ പഠിക്കാം. അപ്പൊ ജസ്റ്റ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും ഫാർമസിയുടെയും ഡിസിഷൻസ്, തീരുമാനങ്ങളിൽ നടപ്പിലാക്കാം. മാം, ഈ തെറാപ്യൂട്ടിക് കമ്മ്യൂണിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? അതിനെന്താ മീൻ ചെയ്യുന്നത്? ഫങ്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക്, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പൊ ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് ഇതേപോലെ മരുന്നുകൾ പർച്ചേസ് ചെയ്യാം, മരുന്നിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാം, ഏതൊക്കെ സപ്ലയേഴ്സിനെ തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടതൊക്കെ ഈ തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഓക്കെ, അത് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് കേട്ടോ, ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പൊ ജസ്റ്റ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് മാത്രം പഠിച്ചാൽ മതി. പോയിന്റ് ഒന്നുകൂടി പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യൂ. ഇപ്പൊ പറഞ്ഞതോ? To bring into practice decision of the pharmacy and therapeutic committee. Therapeutic committeeയുടെയും ഫാർമസിയുടെയും തീരുമാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള, അത് പ്രവർത്തിക്കാനുള്ള ഒരു സ്ഥലമാണ്, ഒരു കേന്ദ്രമായി പ്രവർത്തിക്കുക. അല്ലെങ്കിൽ അവർ കൊണ്ടുവരുന്ന റെക്കമെൻഡേഷൻസ് ഇതേലൊക്കെ പ്രായോഗികമായി കൊണ്ടുവരിക ഫാർമസിയിൽ. To coordinate and cooperate with other department of hospital. ഹോസ്പിറ്റൽ നമ്മൾ തുടങ്ങിയപ്പോ തന്നെ പറഞ്ഞിരുന്നു, ഹോസ്പിറ്റലിൽ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്, ഒരുപാട് സെക്ഷൻസ്, ഒരുപാട് ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടെന്ന്. ആ പല ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു കോപ്പറേഷനും ഒരു സഹകരണം, ഒരു ഏകോപനമൊക്കെ കൊണ്ടുവരാനായിട്ട് ഈ ഫാർമസിയിലേക്ക് സാധിക്കും. Next, to design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospital.
എന്താണ് ഓരോ ഹോസ്പിറ്റലുകളും നിർമ്മിക്കുക, കൺസ്ട്രക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓരോ ഹോസ്പിറ്റലും തുടങ്ങുമ്പോൾ അവർക്ക് അവരുടേതായ ഓരോ നിയമങ്ങളുണ്ടാവും, സ്ഥാപിത നിയമങ്ങളുണ്ടാവും. ഇപ്പൊ നമുക്ക് ഒരു സ്കൂള് തുടങ്ങണമെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൊരു ഒരു ഷോപ്പ് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ വ്യവസ്ഥകളൊക്കെ ഉണ്ടാവും നമുക്ക്. ഇല്ലേ, ഇന്ന സാധനങ്ങൾ മാത്രം അവിടെ സൂക്ഷിക്കുക, അല്ലെങ്കിൽ ഇത്ര ക്വാളിഫിക്കേഷൻ ആളുകൾ അവിടെ നിയമിക്കുക, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുറെ നിയമങ്ങൾ ഉണ്ടാവും, സ്ഥാപിത നിയമങ്ങൾ ഉണ്ടാവും. അതിനനുസൃതമായിട്ട് വേണം ഹോസ്പിറ്റൽ ഫാർമസിയിലെ പോളിസികൾ, അതായത് പദ്ധതികൾ കൊണ്ടുവരാൻ. ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യോ? പറയാം. To design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospital. അതായത് ഹോസ്പിറ്റലിലെ സ്ഥാപിത നിയമങ്ങൾക്ക്, അതായത് ആ ഹോസ്പിറ്റൽ നിർമ്മിക്കുമ്പോൾ അവരെന്തൊക്കെ നിയമങ്ങളാണോ കൊണ്ടുവന്നത് അതിന് യോജിക്കുന്ന രീതിയിലായിരിക്കണം ഹോസ്പിറ്റൽ ഫാർമസിയിലെ പദ്ധതികള് നിർമ്മിക്കാനും അത് പ്രാവർത്തികമാക്കാനും. അല്ലെങ്കിൽ ഇപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നു, ഒരു പദ്ധതി കൊണ്ടുവന്നു, അതിപ്പോ ഹോസ്പിറ്റലിലെ MD ഹോസ്പിറ്റലിലെ ഡയറക്ടറോട് പറയണത് ഇവിടുത്തെ നിയമത്തിന് അത് ഒരിക്കലും യോജിച്ചതല്ല എന്ന് പറഞ്ഞു ആ പദ്ധതി അവർക്ക് നടപ്പിലാക്കാൻ പറ്റോ? ഇല്ല. ഹോസ്പിറ്റലില് സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായിട്ട് വേണം ഫാർമസിയിലെ പദ്ധതികളും കൊണ്ടുവരാൻ. ഇതൊന്ന് വായിച്ചു നോക്കിയേ. പറഞ്ഞ ഹോസ്പിറ്റലിലെ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായി ഫാർമസി പദ്ധതികൾ, ഫാർമസി പോളിസികൾ കൊണ്ടുവരിക, അതായത് ഡിസൈൻ ചെയ്യണം, അതെന്ത് ചെയ്യണം, നടപ്പിലാക്കണം, അത് അതിന്റെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും ഉറപ്പുവരുത്താൻ കൂടി വേണം ഈ ഫാർമസി. 7ാമത്തെ പോയിന്റ് ഒന്നും കൂടി പറയോ? ടു കോർഡിനേറ്റ്. Okay. To coordinate and cooperate with other departments of the hospital. എന്താണ് ഹോസ്പിറ്റലിൽ പല ഡിപ്പാർട്ട്മെന്റ്, പല സെക്ഷൻ എല്ലാവരും ഇല്ലേ, പല ഡോക്ടേഴ്സ്, പല കൈൻഡ്സ് ഓഫ് ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും കൂടി കോപ്പറേറ്റ്, അവരെ തമ്മിലുള്ള ഒരു സഹകരണം, ഏകോപനം കൊണ്ടുവരാനായിട്ട് ഈ ഫാർമസിക്ക് ഏകോപനം കൊണ്ടുവരിക എന്നുള്ളത് ഈ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ് ആണ്. മാം 3ാമത്തെ പോയിന്റ് ഒന്ന് പറയാമോ? 3ാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാല് നേഴ്സും പേഷ്യന്റും ഏതാണ്? 4th പോയിന്റ്. 3ാമത്തെ ജസ്റ്റ് പറഞ്ഞിട്ട് 4th പറയാം. 3ാമത്തെ പറഞ്ഞാല് മെഡിക്കൽ സ്റ്റാഫും നേഴ്സും പേഷ്യന്റിനും ഒരു കൗൺസിലിംഗ് സെക്ഷനായിട്ട് പ്രവർത്തിക്കുക. എന്തിനെ കുറിച്ചാണ് ഇവർക്ക് 3 പേർക്കും കൗൺസിലിംഗ് കൊടുക്കേണ്ടത്? ആ മരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിനെന്തൊക്കെ ആഫ്റ്റർ ഇഫക്ട്സ് ഉണ്ട്, എന്തൊക്കെ രീതിയിലുള്ള ടോക്സിറ്റി, അതായത് കെമിക്കൽസോ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് നല്ല രീതിയിലല്ലാതെ എഫക്ട് ചെയ്യണമെങ്കിലും കെമിക്കൽസോ എന്തെങ്കിലും വിഷാംശങ്ങളോ എന്തെങ്കിലും അടങ്ങിയിരിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച്. ഹോസ്റ്റൽ ഇഫക്ട് ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് വെച്ചാൽ ചില മരുന്നുകൾ ഒന്നിച്ചുപയോഗിച്ച് കഴിഞ്ഞാല്, അതായത് 2 മരുന്നുകൾ, അപ്പൊ ആ 2 മരുന്നുകൾ നമ്മൾ ഒരുമിച്ച് കഴിച്ചെങ്കിൽ നമുക്ക് ചിലപ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കും, നമ്മളെ ഹെൽത്തിനെ ബാഡായിട്ട് ഇഫക്ട് ചെയ്യും. അതാണ് പറയാം. അങ്ങനെയുള്ള എന്തെങ്കിലും ഇന്ററാക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ കുറിച്ചൊക്കെ രോഗികൾക്കും നേഴ്സിനും മെഡിക്കൽ സ്റ്റാഫിനൊക്കെ ഒരു കൗൺസിലിംഗ് കൊടുക്കും. ഓക്കെ മാം, താങ്ക് യു. The 4th point is to act as a source of information on drug utilization. ഒരു മെഡിസിൻ എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അതായത് ഒരു മരുന്ന് എപ്പോഴാ കാലത്ത് കഴിക്കണം, കഴിക്കണം, അങ്ങനെ ആ മരുന്ന് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എത്ര ഡോസിലാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെ അതിനെ കുറിച്ച് ഒരു മരുന്ന് ഉപയോഗത്തെ കുറിച്ചുള്ള ഒരു സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. ഓക്കെ അല്ലേ? ഒബ്ജക്റ്റീവ്സ് ഓക്കെ അല്ലേ?
6th point. 6th, to bring into practice decision of the pharmacy and therapeutic committee. Therapeutic committeeയുടെയും ഫാർമസിയുടെയും തീരുമാനങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി പ്രവർത്തിക്കുക. തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താണെന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അവരുടെ ഫങ്ഷൻസ് എന്താണ്, അതിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചാൽ മതി. തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെയും ഫാർമസിയുടെയും തീരുമാനങ്ങള് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി പ്രവർത്തിക്കുക. മാം ലാസ്റ്റ് പോയിന്റ് എന്ന് പറയോ? To design, organize and fulfill pharmacy policy procedures in keeping with the established policies of the hospital. ഹോസ്പിറ്റലിലെ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായി ഹോസ്പിറ്റൽ ഫാർമസിയിലെ പദ്ധതികൾ, പോളിസീസ് കൊണ്ടുവരിക. സിക്സ്ത് പോയിന്റിന്റെ ലാസ്റ്റ് ഒന്നും കൂടെ. ഹോസ്പിറ്റൽ ഫാർമസി തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങള് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലമായി പ്രവർത്തിക്കുക. 5th പോയിന്റ് ഒന്നും കൂടി ഡെഫിനിഷൻ ചെയ്യോ? To take part in research project അതായത് ഗവേഷണ പ്രൊജക്ടിന്റെ ഒക്കെ ഒരു ഭാഗമായി പ്രവർത്തിക്കാൻ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നമുക്ക് ചില ഹോസ്പിറ്റലിലും മെഡിസിൻസ് ഒക്കെ അവര് മാനുഫാക്ചർ ചെയ്യാറുണ്ട്. അപ്പൊ അവരെന്താ ചെയ്യാ, പെട്ടെന്ന് പോയി ഒരു മരുന്ന് കണ്ടുപിടിക്കണം. അവരങ്ങനെയല്ല, ഒരുപാട് റിസർച്ചുകൾ നടത്തി അത് അവർ എന്തെങ്കിലുമൊക്കെ പരീക്ഷിച്ചതിന് ശേഷമൊക്കെ ആയിരിക്കും ആ മരുന്ന് കൊണ്ടുവരുന്നത്. അങ്ങനെയുള്ള ഒരു റിസർച്ചിന്റെ ഭാഗമായി പ്രവർത്തിക്കുക. Next, 8 ഉള്ളൂ. ഒബ്ജക്റ്റീവ്സ് 8 ഉള്ളൂ. ഇൻഫ്രാസ്ട്രക്ചർ ആണ് 10. എന്താണ് നമുക്ക് നെക്സ്റ്റ് എടുക്കാം. ഇൻഫ്രാസ്ട്രക്ചർ എടുക്കാം. 8ാമത്തെ കൂടെ. 8 എന്താണ്? ഹോസ്പിറ്റലിലെ സ്ഥാപിത നിയമങ്ങൾക്ക് അനുസൃതമായി ഫാർമസിയിലെ പദ്ധതികൾ കൊണ്ടുവരിക, നടപ്പിലാക്കുക. ഇൻഫ്രാസ്ട്രക്ചർ എടുക്കാലോ. ഇൻഫ്രാസ്ട്രക്ചറിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തുന്നത്? ഒരു ഫാർമസിയുടെ ആന്തരഘടന, അതല്ലെങ്കിൽ ഒരു ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഉൾപ്പെടുത്തേണ്ടത്, അത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എവിടെ ആ ഫാർമസി നിർമ്മിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറയുന്നത്. ഓക്കെ അല്ലേ? ഒന്നും കൂടെ പറഞ്ഞു മാഡം. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല് ഒരു ഫാർമസിയുടെ, ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി എവിടെ നിർമ്മിക്കണം, ആ ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം, എന്തിനൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടി ആ ഫാർമസിയിൽ ഉണ്ടാവണം എന്നതിനെ കുറിച്ചാണ് ഇൻഫ്രാസ്ട്രക്ചറിൽ പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് ലൊക്കേറ്റഡ് ഇൻ ദി ഫസ്റ്റ് ഫ്ലോർ ഓർ ഇൻ ദ ഗ്രൗണ്ട് ഫ്ലോർ. ഒരു ഹോസ്പിറ്റലിലെ ഫാർമസി ഒന്നില്ലെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം, അതല്ലെങ്കിൽ എന്താണ്, ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം. അതിന് ഡൗട്ട് ഒന്നുമില്ലല്ലോ. OP pharmacy should have a grand appearance and must have enough space patient who should wait for medicines. എന്താണ് ഒരു ഹോസ്പിറ്റൽ ഫാർമസി? എന്താണ് ഗ്രാൻഡ് അപ്പിയറൻസ് ആയിരിക്കണം. അവിടെ എന്ത് വേണം? പേഷ്യൻസിന് ഇരിക്കാനുള്ള സ്ഥലം വേണം നല്ല രീതിയിൽ. ഇപ്പൊ നമ്മ ഒരു ഹോസ്പിറ്റൽ ഫാർമസി പോയിട്ട് അവിടെ ഒരു വെളിച്ചോല, ഒരു ഇരുട്ട് നിറഞ്ഞ പോലെ ഇരിക്കണേ, നമുക്ക് അവിടെ ഇരിക്കാൻ തോന്നോ? ഇല്ലല്ലോ. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലവും ഇല്ല, ആകെ കൺജസ്റ്റഡ് ആയി. അങ്ങനെയൊക്കെ തോന്നുമ്പോൾ നമുക്ക് ആ ഫാർമസിയുടെ അവിടെ ഇരിക്കാൻ തോന്നോ? ഇല്ല.
അതാണ് പറഞ്ഞിരിക്കുന്നത്. OPD വെയിറ്റിംഗ് റൂം ഷുഡ് ഗിവ് എ പ്രൊഫഷണൽ ലുക്ക്. അതായത് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനുള്ള, മരുന്ന് മേടിക്കാൻ വെയിറ്റ് ചെയ്യാനുള്ള സ്ഥലം നല്ലൊരു പ്രൊഫഷണൽ ലുക്ക് ആയിരിക്കണം, നല്ല വൃത്തിയും ചുറ്റിയും നല്ല നീറ്റ് ആയിരിക്കണം. There should be educative posters on health and hygiene and literature for reading. എന്താണ് അവിടെ നമ്മുടെ ഹെൽത്തിനെ സംബന്ധിച്ച പോസ്റ്റേഴ്സ് ഉണ്ടാവുക, ഹൈജീൻ ആയിരിക്കുക, നല്ല വൃത്തി ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ് നമുക്ക് വായിക്കാനുള്ള എന്തെങ്കിലും മാഗസീൻസോ ബുക്സോ എന്തെങ്കിലും ന്യൂസ് പേപ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. അപ്പൊ നമുക്ക് തന്നെ നമ്മൾ ചിലർക്ക് നമ്മ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഇരിക്കുമ്പോൾ നമുക്ക് കാണാം, അങ്ങനെ കണ്ടിട്ടില്ലേ കുറെ ചമരൽ ഇങ്ങനെ നമ്മുടെ ഹെൽത്തിനെ കുറിച്ചുള്ള പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചു വെച്ചിരിക്കുക, നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ എന്താണ് അവിടെ എന്തെങ്കിലും ബുക്സ് ഒക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ഇല്ലേ? അതാ പറഞ്ഞിരിക്കുന്നത്. There should be educative posters on health and hygiene. ഹെൽത്തിനെ കുറിച്ചും ഹൈജീനെ കുറിച്ചുമുള്ള നമുക്ക് അറിവ് നൽകുന്ന പോസ്റ്റേഴ്സ് ഒക്കെ ഒട്ടിച്ചിരിക്കുക. പിന്നെ എന്താണ് നമുക്ക് വായിക്കാനുള്ള ബുക്സുകളോ മാഗസീൻസുകളോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പേഴ്സോ റീഡിങ് വായിക്കാനുള്ള, നമുക്ക് നേരം പോവാനായിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തുക. നെക്സ്റ്റ്, suitable space must be given for regular manufacturing of stock solution powders, ointments, etc. എന്താണ് ഈ മാനുഫാക്ചർ ചെയ്യുമ്പോൾ അവിടെ എന്താണ് സ്റ്റോക്ക് സൊല്യൂഷനും എന്തെങ്കിലും പൗഡേഴ്സ് ഒക്കെ വേണ്ടി വരും. അതിനൊക്കെ ശരിയായ രീതിയിലുള്ള സ്പേസ് കൊടുക്കാന്ന് ഈ ഫാർമസിയിൽ. പിന്നെ എന്താണ് ഓയിന്റ്മെന്റ്സ് വെക്കാനും അതിനൊക്കെ ആയിട്ട് ഒരു സെപ്പറേറ്റ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. The manufacturing room should be near the pharmacy. Manufacturing room എവിടെയായിരിക്കണം? ഫാർമസിയുടെ അടുത്തായിരിക്കണം സ്ഥിതി ചെയ്യേണ്ടത്. ഓക്കെ, ഒന്നും കൂടെ. നമുക്കിനി ഇൻഫ്രാസ്ട്രക്ചർ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇൻട്രൊഡക്ഷൻ, ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷൻസ് ഇത്രയാണ് പഠിച്ചിരിക്കുന്നത് ഫാർമസിനെ കുറിച്ചുള്ള. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റാർട്ടിങ് തൊട്ടേ എടുക്കണം, നോട്ട് എഴുതാൻ കഴിഞ്ഞിട്ടില്ല. ഓക്കെ, താങ്ക് യു മിസ്. താങ്ക് യു. Thank you, ma'am. 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 Thank you, miss. Thank you, ma'am. Thank you, ma'am. ഗ്രൂപ്പ് ആക്കുന്ന കാര്യം എന്തോ ആയി? ആരും ഒന്നും പറയുന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് ലിങ്ക് ഇട്ടാ മതി, ആ ലിങ്ക് ഫോർവേഡ് ചെയ്താലും മതി. എല്ലാവർക്കും നമ്പർ സേവ് ചെയ്ത് ഇപ്പൊ ഒരാൾക്ക് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം 155 നമ്പർ തന്നെ ഏകദേശം വരുന്നുണ്ട്, മെമ്പേഴ്സ് ഉണ്ട്. അത്ര നമ്പർ സേവ് നമുക്ക് ഒരിക്കലും പറ്റില്ല. നമുക്ക് ഗ്രൂപ്പ് ആക്കിയാല് നോട്ട്സിനോ എല്ലാത്തിനും വലിയ ഹെൽപ്ഫുൾ ആവൂലേ. നോട്ട്സ് എഴുതാത്തവർക്ക് ഒന്ന് ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനൊക്കെ വലിയ ഉപകാരമാവും. നമ്മള് ഗ്രൂപ്പ് ആണെങ്കിൽ ഗേൾസ് ഒരു ഗ്രൂപ്പും ബോയ്സ് ഗ്രൂപ്പും അങ്ങനെ ആക്കല്ലേ ബെറ്റർ ആയിട്ട് വരിക.
ആ ഒരുമിച്ചങ്ങ് ആക്ക്. എങ്ങനെ ഒരുമിച്ചാണോ? ലിങ്ക് ഇട്ടാ പോരെ എല്ലാം എങ്ങനെ മെയിൻ ഗ്രൂപ്പ് ആണോ? ഗ്രൂപ്പ് ആക്കിയാൽ പോരെ? അത് വേണ്ടല്ലോ. ഒന്നിച്ചൊരു ഗ്രൂപ്പ് ആക്കി നന്നായിരിക്കും. എനിക്ക് ഒരു ഗ്രൂപ്പ് clear ആവുന്നില്ല. പറഞ്ഞോളൂ. സിംഗിൾ ഗ്രൂപ്പ് ആക്കിയാ പോരെ? മെയിൻ ഗ്രൂപ്പാ? എക്സാം ഇത് ചോദിച്ചോട്ടെ, എക്സാം നടക്കുന്നത് എത്ര മാർക്കിലാന്ന് അറിയോ ആർക്കെങ്കിലും? 6 മാസം കഴിഞ്ഞ് എത്ര മാർക്ക്? കോഴ്സ് 6 എത്ര മാസത്തിലല്ല. മാർക്ക്? 6 അത് കഴിഞ്ഞ് 6 മാസം ആവുമ്പോഴുണ്ട്. അതിന്റെ ഇടയിൽ 3 എക്സാം വരുന്നുണ്ട്. അപ്പൊ 6 മാസം കൊണ്ട് കോഴ്സ് തീരൂലേ? അപ്പൊ ഒരു എക്സാം അല്ലേ വരുള്ളൂ? 3 മാസം കഴിയുമ്പോ അത് അപ്പൊ 2 എണ്ണല്ലേ വരുള്ളൂ? എനിക്ക് തോന്നുന്നു എത്ര 2 months മാർക്കാണെന്ന് after അറിയോ? ആയിരിക്കും. എത്ര മാർക്കിലാണ് എക്സാം 2 months after ആയിരിക്കും. മൊഡ്യൂൾ 1 മുതൽ 3 വരെ ഒരു എക്സാം, അത് കഴിഞ്ഞിട്ട് 4 തൊട്ട് 6 വരെ ഒരു എക്സാം, അങ്ങനെയല്ലേ പറഞ്ഞേ? ഈ മൊഡ്യൂളിൽ എത്ര വരുന്നുണ്ട് ചാപ്റ്റേഴ്സ്? എങ്ങനെ വരുന്നുണ്ട് അറിയോ? അതിന് എത്ര മാർക്കാണ് പാസ് ഇത് വേണ്ടത് എന്നുണ്ടെങ്കിൽ അറിയോ?